നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ കാഴ്ചപ്പാടുകളെ മാറ്റും. ഇല്ലായ്മയെ നോക്കി വല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ പ്രതികരിക്കുന്നതിന് പകരം ഉള്ളതിനു വേണ്ടി നന്ദി പറയാം. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ക്യൂ നിൽക്കാറുണ്ട്. കാരണം പല കാര്യങ്ങൾക്ക് നമുക്ക് ക്യൂ നിൽക്കാം. കഴിഞ്ഞ ദിവസം ഓട്ടുണ്ടായിരുന്നു. ഓട്ടിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും ക്യൂ നിൽക്കുകയായിരുന്നു. അതുപോലെ ചില സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ ബില്ല് പേയ്മെൻറ്റ് നടത്തേണ്ടതിന് വേണ്ടി മറ്റ് ഓഫീസുകളിൽ നമ്മളായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ക്യൂ നിൽക്കാറുണ്ട്. കാരണം നമ്മുടെ ഒരു ഊഴം എത്തുന്നത് വരേക്കും, നമ്മുടെ അവസരം എത്തുന്നത് വരേക്കും നമ്മൾ ക്യൂവിൽ നിൽക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ അവസരം എത്തുമ്പോൾ ആണ് നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം സാധാരണ നടക്കുന്നത്. ഇതുപോലെ ദീർഘനാളുകളായിട്ട് ദൈവമേ എൻ്റെ ഒരു ഊഴം വരണമേ, എൻ്റെ ഒരു അവസരം വരണമേ എന്ന് പറഞ്ഞ് കാത്ത് ക്യൂവിൽ കിടക്കുന്ന പല ആളുകളും ഇന്ന് ഇത് കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഫയൽ എടുക്കുന്ന സമയമായി, നിങ്ങളുടെ എന്താ പറയുക ക്യൂവിൽ നിങ്ങൾ കാത്ത് നിന്നതിൻ്റെ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ സമയമായിരിക്കുകയാണ്. ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം എന്ന് പറയുന്നത്. ഈ ദിവസം ദൈവം നിങ്ങൾക്കുള്ള ചില കാര്യാദികൾ ചെയ്യുവാനായിട്ട് പോകുകയാണ്. തുടർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് കൂടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്നത്തെ ഒരു കീ സ്പോൺസർ എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. സ്വന്തമായിട്ടൊരു ഭവനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സ്വന്തമായിട്ടുള്ളൊരു ഭവനം ലഭിക്കുവാൻ. അതോടൊപ്പം തന്നെ ഭാര്യയുടെ തൈറോയ്ഡ് സംബന്ധിച്ചുള്ള രോഗങ്ങൾ സൗഖ്യമാകാൻ വേണ്ടി, മകന് ഉയർന്ന സാലറിയോട് കൂടിയുള്ളൊരു ജോലി ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയും വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് ഒരുമിച്ച് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഏപ്രിൽ 28 ട്യൂസ്ഡേ ഡിവോഷൻ ഡയറിയിൽ ഇന്നത്തെ പേജ് എടുക്കുക, റിബൺ ഉപയോഗിക്കുക. ആൻഡ് ദ ഫോക്കസ് വേർഡ് ഈസ് താങ്ക്സ് ഗിവിങ്. നന്ദി അർപ്പണം, സ്തോത്രാർപ്പണം, നന്ദി ചൊല്ലൽ എന്നൊക്കെ പറയാം. ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ താങ്ക്സ് ഗിവിങ്, നന്ദി അർപ്പണം, നന്ദി കരേറ്റൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? അതാണ് നിങ്ങളുടെ അറ്റൻഡൻസ്. ഇനി ഇന്നത്തെ ഫോക്കസ് വേഴ്സ് നോക്കാം. സാം 107 and verse number 1. 107 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനമാണ്. ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ഫോർ ഹീ ഈസ് ഗുഡ്, ഹിസ് ലവ് എൻഡ്യൂർസ് ഫോർ എവർ. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വരുമ്പോൾ യഹോവയെ സ്തുതിപ്പിൻ, കർത്താവിനെ സ്തുതിപ്പിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്, അല്ലെങ്കിൽ അവൻ്റെ സ്നേഹം എന്നേക്കുമുള്ളത്. ഈ ഒരു വചനം കൂടെ കോപ്പി ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ നിന്ന് കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കൊടുക്കുക. ഇംഗ്ലീഷ്, മലയാളം, ഏത് ഭാഷയായാലും കുഴപ്പമില്ല. ഡെക്ലറേഷൻ നോക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ഫിൽസ് മൈ ഹാർട്ട് ടുഡേ. ഇന്ന് നന്ദിയാൽ എൻ്റെ ഹൃദയം നിറയുന്നു. താങ്ക്സ് ഗിവിങ് മൾട്ടിപ്ലൈസ് എവറി ബ്ലെസ്സിങ് ഐ ഹാവ് റിസീവ്ഡ്. നന്ദി കരേറ്റൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളെയും പെരുക്കുന്നു. വാ, ബൈബിൾ റീഡിംഗ് പ്ലാൻ നോക്കി വായിച്ച് ടിക്ക് ചെയ്യണേ. അപ്പം നമുക്കിന്ന് ഈ താങ്ക്സ് ഗിവിങ് അല്ലെങ്കിൽ നന്ദി കരേറ്റൽ, നന്ദി അർപ്പണം, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഞാൻ എൻ്റെ 4 കാര്യങ്ങൾ ഇന്നും പറയും. അതിനു മുമ്പ് എൻ്റെ മൊത്തത്തിലുള്ള ജീവിതയാത്ര എടുത്ത് നോക്കുവാണെങ്കിൽ, ഒരു കാലത്ത് ഭയങ്കരമായ ഇഷ്ടാവസ്ഥകളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ പോയിരുന്ന കാലത്ത് എപ്പോഴൊക്കെയോ എൻ്റെ ഉള്ളിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാൻ പറ്റാതെ പോയി. കാരണം ഫോക്കസ് മുഴുവൻ എവിടെയാണ്? ഇല്ലാത്ത കാര്യങ്ങളും നമ്മുടെ കഷ്ടതകളും വല്ലായ്മകളും ഇല്ലായ്മകളും, ഇതാണ് നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു 40 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് ഉള്ളിൽ എൻ്റെ അകത്തൊരു ചിന്തകളൊക്കെ മാറുകയാണ്. കർത്താവ് 40 വർഷം ഞാനിവിടെ ജീവിച്ചില്ലേ, ശ്വസിച്ചില്ലേ, ഭക്ഷണം കഴിച്ചില്ലേ, എനിക്കെന്ത് യോഗ്യത ഈ പ്ലാനറ്റ് എർത്തിൽ ദൈവം സൃഷ്ടിച്ച ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനായി ജീവിക്കാൻ എനിക്കെന്ത് യോഗ്യത?
എനിക്ക് ഉണ്ടേലും ഇല്ലേലും ലോർഡ് ഐ ആം താങ്ക്ഫുൾ എന്ന ഭാവത്തിലേക്ക് വരാൻ തുടങ്ങി. പക്ഷേ കുറച്ച് സമയമെടുത്തു. ആ ഒരു ബോധത്തിലേക്ക് വരാൻ സമയമെടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴും നന്ദി നമ്മുടെ ഹൃദയത്തിൽ ഭാരതപ്പുഴ വറ്റിപ്പോകുന്നത് പോലെ ചില സമയത്ത് അങ്ങ് വറ്റിപ്പോകും, വരണ്ട് കിടക്കും, നന്ദിയില്ല. മനുഷ്യരുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു അനുഭവത്തിലൂടെ പോകാറുണ്ട്. ഏതായാലും നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് പോകാം. പോയിന്റ് നമ്പർ 1, താങ്ക്സ് ഗിവിങ് ബിഗിൻസ് വിത്ത് റെക്കഗ്നൈസിങ് ഗോഡ്സ് ഗുഡ്നെസ്. എങ്ങനെയാണ് നന്ദിയുള്ളൊരു ഹൃദയത്തെ നമ്മുടെ അകത്ത് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുന്നത്, അഥവാ അങ്ങനെ ഒന്ന് ഫോമാറ്റ് ചെയ്യാൻ നമുക്കെങ്ങനെ സാധിക്കും? അതിൻ്റെ ഒന്നാമത്തെ കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. താങ്ക്സ് ഗിവിങ് ബിഗിൻസ് വിത്ത് റെക്കഗ്നൈസിങ് ഗോഡ്സ് ഗുഡ്നെസ്. ദൈവത്തിൻ്റെ നന്മ, ദൈവം നല്ലവനാണ് എന്ന ബോധ്യം തിരിച്ചറിയുന്നതിലൂടെയാണ്, ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിയുന്നതിലൂടെയാണ് നന്ദി അർപ്പണം ആരംഭിക്കുന്നത്, നന്ദി പ്രകാശനം ആരംഭിക്കുന്നത്. ദൈവം നല്ലവൻ എന്ന് മനസ്സിലാക്കണം. ഗോഡ് ഈസ് ഗുഡ്. എല്ലാ മിനിസ്ട്രികൾക്കും എല്ലാ സഭകൾക്കും കുറേ കോർ വാല്യൂസ് ഉണ്ടായിരിക്കും. കോർപ്പറേറ്റ്സിനുണ്ട്, ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാത്തിനും ചില കോർ വാല്യൂസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചില മൂല്യങ്ങൾ. അപ്പോൾ ഈ ബിൽ ജോൺസൺ എന്ന് പറയുന്നൊരു ദേവദാസൻ നിങ്ങൾ കേട്ട് കാണും. അദ്ദേഹം ഞാൻ പറയുന്നത് കേട്ടത് ഇങ്ങനെയാണ്, അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. അവരുടെ പല കാര്യങ്ങളിൽ ഒന്നാണ് ഗോഡ് ഈസ് ഗുഡ്, ദൈവം നല്ലവൻ. അവരുടെ മിനിസ്ട്രിയിൽ അവർ എംഫസൈസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഗോഡ് ഈസ് ഗുഡ്. കിങ്ഡം കൾച്ചർ എന്നാണ് മിനിസ്ട്രിയുടെ പല കോൺഫറൻസുകൾക്കൊക്കെ അവർ പേരുണ്ട്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സംസ്കാരം കൊണ്ടുവരുന്ന അതിനൊക്കെ എംഫസൈസ് ഉള്ളപ്പോൾ തന്നെ വൺ ഓഫ് ദ കോർ വാല്യൂസ് എന്ന് പറയുന്നത് ഗോഡ് ഈസ് ഗുഡ്, ദൈവം നല്ലവൻ. എല്ലാവരും ഒന്ന് പറഞ്ഞ് ദൈവം നല്ലവൻ. എല്ലാവരും പറഞ്ഞു ദൈവം നല്ലവൻ. ദൈവം നല്ലവെന്ന് പറഞ്ഞാൽ മതിയോ? ആ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഗോഡ് ഈസ് ഗുഡ്, ദൈവം നല്ലവൻ. സോ ഈ താങ്ക്സ് ഗിവിങ് ഈസ് റൂട്ടഡ് ഇൻ ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. നമുക്ക് ദൈവത്തോടുള്ള നന്ദി പ്രകാശനം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് നാം മനസ്സിലാക്കുന്നതിലൂടെയാണ്. ദൈവിക സ്വഭാവത്തെ ദൈവത്തിൻ്റെ നേച്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം. സാധാരണ ദൈവത്തിൻ്റെ സ്വഭാവം എന്താകുന്നോ അതിൻ്റെ ഉൾട്ടയാണ് ജനങ്ങളുടെ അകത്തുള്ള ധാരണ. ദൈവം വലിയൊരു ക്രൂരനായൊരു പേഴ്സണാലിറ്റി ആയിട്ടാണ്. ഒരു യുദ്ധം വന്നാൽ മതി, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ മതി, എവിടെയെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടായാൽ മതി, അവിടുത്തെ മൊത്തം ജനം ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടിങ്ങനെ, ഉടൻ തന്നെ അടുത്ത പ്രതികരണം അതായിരിക്കും. ദൈവം ഭയങ്കര ക്രൂരനായതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിന് താങ്ക് യു ജീസസ് എന്ന് പറയാൻ പറ്റൂ, താങ്ക് യു ഗോഡ് എന്ന് പറയാൻ പറ്റൂ, ദൈവമേ നന്ദി എന്ന് പറയാൻ പറ്റൂ? നോ, ദൈവം ക്രൂരനാ, എന്തിനാ നന്ദി പറയുന്നത്? ഇവിടെയാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ഇതെല്ലാം നടക്കുന്നു? സാധാരണ അപ്പോളജറ്റിക്സിൽ എപ്പോഴും കേൾക്കുന്ന ചോദ്യവും ഉത്തരവും ഇതൊക്കെയാണ്. ദൈവം നല്ലവനെങ്കിൽ നല്ല മനുഷ്യർക്ക് തിന്മയായത് എന്തുകൊണ്ട് സംഭവിക്കും? ദൈവം നല്ലവനെങ്കിൽ ഈ കുട്ടി എന്തുകൊണ്ട് റേപ്പ് ചെയ്യപ്പെട്ടു? ദൈവം എവിടെയായിരുന്നു പ്രൊട്ടക്റ്റ് ചെയ്തില്ലല്ലോ. ദൈവം നല്ലവനെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി? ദൈവം എന്തുകൊണ്ട് ഞങ്ങളെ കാത്ത് സൂക്ഷിച്ചില്ല? ഇങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മുടെ പീനട്ട് ബ്രെയിനിൽ വരാം. അതിലേക്ക് ഞാൻ വരാം, പക്ഷേ ബേസിക്സ് പറഞ്ഞു പോട്ടെ. താങ്ക്സ് ഗിവിങ് ബിഗിൻസ് വിത്ത് റെക്കഗ്നൈസിങ് ഗോഡ്സ് ഗുഡ്നെസ്. ദൈവം നല്ലവനാണ് എന്നത് തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇവിടെ നമ്മൾ വായിച്ചതാണ്, ഫോർ ഹീ ഈസ് ഗുഡ്. 107 സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വചനം ഇന്നത്തെ ഫോക്കസ് വേഴ്സിൽ നമ്മൾ കണ്ടത് ഫോർ ഹീ ഈസ് ഗുഡ്. അവൻ നല്ലവൻ, കർത്താവ് നല്ലവൻ എന്ന് രുചിച്ചറിയുവിൻ. അവരുടെ ശരണം പ്രാപിക്കുന്ന ഏത് മനുഷ്യനും ഭാഗ്യവാൻ. 100-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വചനം, Psalm 100:5, The Lord is good and his love endures forever. ദൈവം നല്ലവൻ, അവൻ്റെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു.
അവൻ്റെ ദയ എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് പല ട്രാൻസ്ലേഷനിലും മലയാളത്തിൽ കാണുന്നത്. അപ്പോൾ ദൈവം നല്ലവനാണെന്നുള്ളത് അടിസ്ഥാനപരമായ ഒരു ഒരു കാര്യമാണ്. ചില ആളുകളുമായി നമ്മൾ കുറച്ച് വർഷങ്ങൾ ഇൻട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയാം, നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്, നല്ലൊരു മനുഷ്യൻ നല്ല ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ ക്യാരക്ടർ മൊത്തം എടുത്താൽ അയാൾ സിൻ ഫ്രീ എന്നൊന്നും അല്ല നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അയാളൊരു തെറ്റുമില്ല, കുഴപ്പമില്ല എന്നല്ല പറയുന്നത്. ബേസിക്കലി ഹീസ് ഗുഡ്. എന്നാൽ ദൈവത്തിൻ്റെ കാര്യം അങ്ങനെയാണോ? ദൈവത്തിൽ തിന്മ ഒട്ടും ഇല്ല, നന്മ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനൊരു ഇമ്പ്രഷൻ കിട്ടിയത്? ആ ധാരണ തെറ്റിദ്ധാരണയാണ്. ദൈവം ക്രൂരനാണ് എന്ന് ചിന്തിക്കുന്ന ചിന്ത പോലും തെറ്റായ ചിന്തയാണ്, അല്ലെങ്കിൽ തെറ്റായ ധാരണയാണ്. ജെയിംസ് ചാപ്റ്റർ 1:17, യാക്കോബ് 1:17, ഇതും ഞാൻ കൂടെ പറയാറുള്ളതാണ്. എവ്രി ഗുഡ് ആൻഡ് പെർഫെക്റ്റ് ഗിഫ്റ്റ് ഈസ് ഫ്രം എബവ്. എല്ലാ നല്ല ദാനവും തികഞ്ഞവരമൊക്കെയും ദൈവത്തിൽ നിന്ന് വരുന്നു. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നന്മയും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. സോ ഗാഡ് ഈസ് ദ ഒറിജിൻ ഓഫ് ഓൾ ഗുഡ് തിങ്സ്. 34-ാം സങ്കീർത്തനം 8-ാമത്തെ വചനത്തിൽ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ഞാൻ നേരത്തെ വചനം പറഞ്ഞു എന്ന് തോന്നുന്നു. യഹോവ നല്ലവനെന്ന്, കർത്താവ് നല്ലവനെന്ന് രുചിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം രുചിക്കണമെങ്കിൽ ഇപ്പോൾ ഒരല്പം എന്തെങ്കിലും ഒരു ഹൽവയോ ലഡുവോ ഫ്രൂട്ട് സാലഡോ ഇവിടെ ഇരിക്കുകയാണ്, അതെടുത്ത് വായിൽ വെച്ച് ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ പാലറ്റിൽ നാവിലൊക്കെ അത് ശരിക്കും ചെന്ന ഉമിനീരതിനെ എടുത്ത് ടേസ്റ്റ് ബഡ്സിനെ അതെങ്ങനെ ടിങ്കിൾ ചെയ്ത് ടേസ്റ്റ് ബഡ്സിലൂടെ നമുക്ക് സൂപ്പർ എന്ന് നമ്മൾ പറയത്തക്ക രീതിയിൽ അങ്ങനെ ടേസ്റ്റ് ചെയ്യണ്ടേ. അതിൻ്റെ അർത്ഥം അത് നമ്മുടെ അകത്തോട്ട് ഇറങ്ങി അസിമുലേറ്റ് ചെയ്ത് നമ്മുടെ ടേസ്റ്റ് ബഡുകളെ അത് ഇങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുമ്പോഴാണ് നല്ലത് നമുക്ക് പറയാൻ പറ്റും. ഇതുപോലെ ദൈവത്തെ അടുത്തറിഞ്ഞ് കേൾക്കുന്നുണ്ട്, കേട്ടുകേൾവിയല്ല, അടുത്തറിയണം. ഈ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ അറിയാമല്ലോ, തുടക്കം തന്നെ ഭയങ്കരമായ കലാമിറ്റിയാണ് നടക്കുന്നത്. ഒരു മനുഷ്യൻ്റെ തകർച്ചയാണ്, എല്ലാം തകരുകയാണ്. എന്നാൽ അവസാനം വരുമ്പോൾ ഈ ഇയ്യോബ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്നെക്കുറിച്ചൊന്ന് ഒരു കേട്ടുകേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ നിന്നെക്കുറിച്ചൊന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നു, ഇപ്പോഴോ ഞാൻ നേരിട്ട് സംസാരിച്ചു, ഇപ്പോൾ എനിക്ക് മനസ്സിലായി നീ ആരാണെന്ന്. ഇതുപോലെ നമുക്കൊക്കെ ഒരന്ന് അടുത്ത ദൈവത്തെ അറിയാനും രുചിക്കാനും ടേസ്റ്റ് ചെയ്യാനും പറ്റിയെങ്കിൽ മാത്രമേ ദൈവം നല്ലവനെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ചില സ്കൂളുകളിൽ നന്നായി പഠിക്കുന്ന കുട്ടികൾ പക്ഷേ കാശില്ല ഫീസ് കൊടുക്കാൻ. അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സ് തന്നെ അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പൽസ് ചില സ്പോൺസേഴ്സിനെയൊക്കെ റെഡിയാക്കും. അപ്പോൾ ഈ സ്പോൺസേഴ്സ് ചിലപ്പോൾ ദൂരെയുള്ള ആരെങ്കിലും ആയിരിക്കും, ദൂരെ രാജ്യങ്ങളിലിരിക്കുന്നവരാകാം. അവർക്ക് ആഗ്രഹം ചില രാജ്യങ്ങളിൽ ഇതുപോലെ പഠിക്കാൻ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാത്തവരെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഇവർ ചെയ്യുന്ന ഇവർ ഐഡൻറ്റിറ്റി ഒന്നും ചിലപ്പോൾ വെളിപ്പെടുത്തണമെന്നില്ല, അവർ പണം അയച്ചു കൊടുക്കും. ഈ ടീച്ചേഴ്സ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒരു സ്പോൺസർ അല്ലെങ്കിൽ ഒരാൾ, ഇന്ന രാജ്യത്തു നിന്നുള്ള ഒരാൾ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് അപ്പോൾ ഈ കുട്ടി പഠിക്കുകയാണ്, പഠിച്ച് കളക്ടറാകും, അല്ലെങ്കിൽ വലിയ വലിയ നിലയിലാകും, ഡോക്ടറാകും, ഇതെല്ലാമാകും. പക്ഷേ ഒരിക്കലും തന്നെ ഹെൽപ്പ് ചെയ്ത ആളാരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ആ വ്യക്തി ഒന്ന് നേരിട്ട് കാണാനോ ഒരു ലെറ്റർ എഴുതാനോ ഒരു ഫോൺ വിളിച്ചൊന്ന് നന്ദി പറയാനോ ഒന്നും സാധ്യമല്ല. കാരണം ആ വ്യക്തിയെ അറിയില്ല, അൺനോണാണ്. ഇതുപോലെയാണ് പലപ്പോഴും നാം ദൈവത്തിൽ നിന്നും ഒത്തിരി അനുഗ്രഹങ്ങൾ ഡെയിലി എന്ന് പറയുന്നത് ശരിയല്ല, എവ്രി മൊമെൻറ്റ് ഈ ജീവശ്വാസം നമ്മൾ വലിക്കുമ്പോൾ ദൈവം അത് തന്നതുകൊണ്ടല്ലേ വലിക്കുന്നത്. അതുപോലെ ദൈവം നമ്മെ നിർമ്മിച്ചത് കൊണ്ടല്ലേ, സൃഷ്ടിച്ചത് കൊണ്ടല്ലേ നമ്മളിവിടെ ജീവനോടെ ആയിരിക്കുന്നത്. ഈ ദൈവത്തെ അറിയാത്തത് കൊണ്ട്, അൺഐഡൻറ്റിഫൈഡായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തോടൊന്ന് നന്ദി കരയറ്റാൻ പലപ്പോഴും പറ്റാറില്ല. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ദൈവത്തെ പേഴ്സണലി അറിയില്ല. എന്തൊക്കെയോ ശക്തി ഉണ്ടെന്നോ വ്യക്തിയുണ്ടെന്നോ എന്തൊരു വേഗമായിട്ട് ദൈവവിശ്വാസികളുടെ കാര്യം പറയുന്നത്, എവിടെ ആരോ എന്തോ ഇരിപ്പുണ്ട് എന്ന് മാത്രം അറിയാവൂ. ഇങ്ങനൊരു വിളിയാണ് ദൈവമേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഒരിക്കലും ഈ താങ്ക്സ് ഗിവിങ് ശരിയായ രീതിയിൽ പുറത്തേക്ക് വരില്ല. നമ്പർ 2, താങ്ക്സ് ഗിവിങ് ഈസ് എ ചോയ്സ് ഇൻ എവറി സീസൺ. ഓരോ കാലഘട്ടത്തിലും നന്ദി കരേറ്റൽ ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം അവിടെ പറഞ്ഞ് ഗിവ് താങ്ക്സ്, നന്ദി കരേറ്റുക. താങ്ക്സ് ഗിവിങ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സർക്കംസ്റ്റാൻസസ്, ഇറ്റ്സ് എ ഡിസിഷൻ. സാഹചര്യങ്ങളെ ആസ്പദമാക്കിയല്ല ദൈവത്തോട് നന്ദി കരേറ്റുന്ന സ്വഭാവം ഇരിക്കുന്നത്. അല്ലെങ്കിൽ നന്ദി കരേറ്റൽ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടല്ല ഇരിക്കുന്നത്. അതെൻ്റെ തീരുമാനമാണ്. നന്ദിയുള്ള ഹൃദയം എനിക്കുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. എനിക്ക് തോന്നുന്നു 34-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വചനത്തിലാണോ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. തൻ്റെ പേഴ്സണൽ ഡിസിഷൻ ദാവീദ് പറയുന്നത് അങ്ങനെയാണ്. ഐ വിൽ ബ്ലെസ് ദ ലോർഡ് ഓൾവേസ് ഇൻ ഓൾ സീസൺസ്, അല്ലേ, ആൻഡ് ഹിസ് praises shall be continually on my tongue or on my lips. അപ്പോൾ അവൻ്റെ സ്തുതികൾ എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും, എൻ്റെ അധരങ്ങളിൽ ഇരിക്കും. അത് തൻ്റെ ഡിസിഷനാണ്. ദാവീദിൻ്റെ ലൈഫിൽ എന്തെല്ലാം സാഹചര്യങ്ങളിലൂടെ പോയി. ഇനി 1 തെസ്സലോനിക്കർ 5:18 ഗിവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തിന് നന്ദി കരേറ്റുവിൻ, അഥവാ സ്തോത്രം ചെയ്യുവിൻ. എല്ലാ സാഹചര്യങ്ങളിലും, എല്ലാ സാഹചര്യങ്ങൾക്കും വേണ്ടി എന്നവിടെ പറഞ്ഞിട്ടില്ല. ഒരു മരണമുണ്ടായി, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, എന്തെങ്കിലും രോഗം വന്നു, രോഗത്തിനായി സ്തോത്രം, രോഗത്തിനായി സ്തോത്രം, മരണത്തിനായി സ്തോത്രം, അപകടത്തിനായി സ്തോത്രം, അതല്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഇത് ചെയ്യുന്ന ചില ഗ്രൂപ്പുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയല്ല, എല്ലാ സാഹചര്യങ്ങളിലും എന്നാണ് കൃത്യമായി വായിക്കേണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ ദൈവത്തിന് നന്ദി പറയണം. എന്തിന്? ആ ദുർമരണത്തിന് വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ഒരാൾ വേറൊരാളെ ഉപദ്രവിച്ചു, അതിനുവേണ്ടി നന്ദി പറയരുത്. പക്ഷെ ആ സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി പറയാം. കാരണം ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. അവൻ നല്ലവൻ. മനുഷ്യരാണ് ചീത്ത, മനുഷ്യരിലാണ് ഈ ദുഷ്ടതയുള്ളത്. അതുകൊണ്ട് ദുഷ്ടതയുള്ള മനുഷ്യർ ദൈവത്തെ മോശമായി ചിത്രീകരിക്കുന്നതേ ഉള്ളൂ. അടുത്തത് ഹബക്കക്ക് ചാപ്റ്റർ 3 വേഴ്സ് 17 and 18. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് അത്തിവൃക്ഷത്തിൽ അതുണ്ടാകുകയില്ല, ഗോശാലയിൽ പശുക്കളുണ്ടാകില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നുമില്ല, ശൂന്യതയാണ്. പക്ഷേ അതിന് നടുവിലും ഐ വിൽ റിജോയ്സ് ഇൻ ദ ലോർഡ്, ഞാൻ ദൈവത്തിൽ സന്തോഷിക്കും. എഫെസ്യ ലേഖനം 5:20 ഓൾവേസ് ഗിവിങ് താങ്ക്സ് ടു ഗാഡ്, എല്ലായ്പ്പോഴും ദൈവത്തിന് നന്ദി കരേറ്റുവിൻ, സ്തോത്രം ചെയ്യുവിൻ. ഒരു അച്ചടക്കത്തിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരു കായിക താരം രാവിലെ മൂടുണ്ടെങ്കിലും മൂടില്ലെങ്കിലും ട്രെയിനിങ്ങിന് പോയിരിക്കും, കോച്ചിങ്ങിന് പോയിരിക്കും. കാരണം അത് ഡിസിഷനാണ്. സാഹചര്യങ്ങൾ, ഇപ്പോൾ ഇന്ന് രാവിലെ ഭയങ്കര മഞ്ഞും മഴ, അല്ലെങ്കിൽ മഴയാണ്, തണുപ്പാണ്, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്. കാരണം അത് ഡിറ്റർമൈൻഡാണ്. സോ താങ്ക്സ് ഗിവിങ് ഈസ് പ്രാക്ടീസ്ഡ് കൺസിസ്റ്റൻ്റ്ലി, നോട്ട് ഒക്കേഷണലി. വല്ല കാലത്ത് നന്ദി പറയുകയല്ല, ഞായറാഴ്ച നന്ദി പറയുകയല്ല, വെള്ളിയാഴ്ച നന്ദി പറയുകയല്ല, എല്ലാ കാലത്തും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്പർ 3, താങ്ക്സ് ഗിവിങ് ഷിഫ്റ്റ്സ് ഫോക്കസ് ഫ്രം ലാക്ക് ടു അബണ്ടൻസ്. ഈ സ്തോത്രം ചെയ്യൽ, നന്ദി കരേറ്റൽ, അത് ഈ നന്ദി കരേറ്റുന്ന സ്വഭാവമുണ്ടെങ്കിൽ ഇല്ലായ്മയിൽ നിന്നും വർധനവിലേക്ക്, സമൃദ്ധിയിലേക്ക് അതിൻ്റെ ഫോക്കസ് മാറും. അതായത് നന്ദി കരേറ്റുന്ന സ്വഭാവം ഇല്ലാത്ത മനുഷ്യർ എപ്പോഴും ഇല്ലായ്മയും വല്ലായ്മയും നോക്കി ദൈവത്തോട് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു സ്തോത്രം പോലും പുറത്തേക്ക് വരില്ല. എന്നാൽ ഈ താങ്ക്സ് ഗിവിങ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇല്ലായ്മയിലല്ല, ദൈവത്തിൻ്റെ അബണ്ടൻസിലാണ്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ് ചേഞ്ചസ് പെർസ്പെക്റ്റീവ്. നന്ദിയുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ കാഴ്ചപ്പാടുകളെ മാറ്റും. നന്ദി കാഴ്ചപ്പാടുകളെ മാറ്റുന്നു. അതായത് ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ വാട്ട് ഈസ് മിസ്സിങ്, ഇറ്റ് ഹൈലൈറ്റ്സ് വാട്ട് ഈസ് പ്രസൻറ്റ്. ഇല്ലായ്മയെ നോക്കി വല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ പ്രതികരിക്കുന്നതിന് പകരം, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം, ഇറ്റ് ഹൈലൈറ്റ്സ് വാട്ട് ഈസ് പ്രസൻറ്റ്. ഉള്ളതിനു വേണ്ടി നന്ദി പറയാം. ഉള്ളതിനെ ഓർത്ത് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം. ഉള്ളതെന്താണോ അത്. 103-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വചനത്തിൽ ഫർഗെറ്റ് നോട്ട് ഓൾ ഹിസ് ബെനഫിറ്റ്സ്,
അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മളാണെങ്കിൽ മറവിയിൽ ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുത്തവരാണ്. ദൈവം എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്താൽ പെട്ടെന്ന് ആ സമയത്തൊന്നും ഓർക്കുക, അതിന് ശേഷം എന്നേക്കുമായി അത് മറന്നു പോകുന്നവരാണ് മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എന്നാൽ ഈ 103-ാം സങ്കീർത്തനത്തിൽ 2-ാമത്തെ വചനത്തിൽ അദ്ദേഹത്തോട് തന്നെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തുക, ഫോർഗെറ്റ് നോട്ട് ഹിസ് ബെനഫിറ്റ്സ്, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കല്ലേ. ഫിലിപ്പ് ലേഖനം 4:6 വിത്ത് താങ്ക്സ് ഗിവിങ് പ്രസൻറ്റ് യുവർ റിക്വസ്റ്റ്, നിങ്ങളുടെ അപേക്ഷകളൊക്കെ സ്തോത്രത്തോടുകൂടി അർപ്പിക്കണം. അതായത് പ്രാർത്ഥന വിഷയങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ തന്നെ മറുപടിക്ക് നന്ദി കൂടെ സ്തോത്രം കൂടെ മിക്സ് ചെയ്തങ്ങ് അയച്ചാലോ എത്ര നല്ലതായിരിക്കും. ഇപ്പം നിങ്ങൾക്കൊരാളൊരു ഉപകാരം ചെയ്തു, എന്നിട്ട് നിങ്ങളത് മേടിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ അത് സ്വീകരിച്ചു, വീണ്ടും ചെയ്തു, പല പ്രാവശ്യം ചെയ്തു, പക്ഷെ ഒരിക്കൽ പോലും ഒരു താങ്ക് യു പറയുന്നില്ലെങ്കിലോ. എനിക്കങ്ങനെ ചിന്ത വന്നിട്ടുണ്ട്. ചിലരൊക്കെ നമ്മൾ സഹായിക്കുന്നു, പല പ്രാവശ്യം സഹായിക്കുന്നു, ഒരു താങ്ക് യു പോലും പറയാതെ ഇതെൻ്റെ അവകാശമാണ് അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടേണ്ടതാണെന്നുള്ള രീതിയിൽ ഭാവിക്കുന്ന പലരും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ സംഭവിക്കുന്നത് അകത്തൊരു മടുപ്പ് വരും. എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അധികം ചെയ്യണോ എന്ന് ചിന്തിച്ചു പോവും. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത്ര അങ്ങനെ ഇല്ലെന്നാണ്. അതുകൊണ്ടാണല്ലോ നമുക്കിതെല്ലാം സപ്ലൈ വന്നുകൊണ്ടിരിക്കുന്നത്. നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അടുത്തടുത്ത കാര്യങ്ങൾ താ എന്ന് പറയുമ്പോൾ ഇതുവരെ കിട്ടിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സ്തോത്രം കൂടെ, ഒരു നന്ദി കൂടെ പറയുന്നൊരു സ്വഭാവം ഇത് മിക്സ് ചെയ്യണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രേയർ ഡയറി ഇവിടെ ഉണ്ട്. എത്ര പേർക്ക് പ്രേയർ ഡയറി ഉണ്ട്? ഇപ്പോൾ ഒത്തിരി നാളായിട്ട് ഞാനൊന്നും പറയാറില്ല. ആമസോണിൽ ലഭ്യമാണ്. എൻ്റെ പ്രാർത്ഥനാ ഡയറി ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, ഹിന്ദിയിലുണ്ട്, പിന്നെ ഏതൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ജീവിതത്തിൽ പ്രാർത്ഥനയിൽ വിപ്ലവം ഉണ്ടാക്കിയൊരു പുസ്തകമാണിത്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പേജുകളിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കണം. അവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് പ്രേയർ റിക്വസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ബ്ലാങ്ക് പേജുകൾ കൊടുത്തിട്ടുണ്ട് പ്രേയർ റിക്വസ്റ്റുകൾ എഴുതാൻ. പക്ഷേ അതങ്ങ് കഴിയുമ്പോൾ പ്രൈസ് റിപ്പോർട്ടുകളിലേക്ക് മാറുകയാണ്. ഈ പ്രേയർ റിക്വസ്റ്റ് തന്നെ പ്രൈസ് റിപ്പോർട്ട്സായി മാറാം. എന്ത് ചെയ്യണം? അവിടെ എത്തിക്കഴിയുമ്പോഴാണ് ശരിയായ രീതിയിൽ നന്ദി പറയാൻ നമ്മൾ പഠിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ഇതുവരെ എനിക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയാൻ, നന്ദി പറഞ്ഞുകൊണ്ട് വേണം അടുത്തടുത്ത ആവശ്യങ്ങൾ പറയാൻ. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ വളരെ മാറിയെങ്കിൽ മാത്രമേ വ്യക്തതയോടെ ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം എമ്മി വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഈ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കില്ല. ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കും. ഒരു ദിവസം എമി എൻ്റെ ഇത് മേടിച്ചിട്ട് ഡാഡാ അങ്ങനെയല്ല ഫോട്ടോ എടുക്കേണ്ടത്, ഇങ്ങനെ മാറ്റി എൻ്റെ ഇതൊക്കെ സെറ്റിങ്സ് ഒക്കെ വന്നിട്ടുണ്ട്, പോർട്രേറ്റ് കേട്ടോ, ഇതെല്ലാം ഇങ്ങനെ വെച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞു. വാവ്, എൻ്റെ ക്ലാരിറ്റി ഭയങ്കരമായിരുന്നു. ഞാൻ ഇതേ ക്യാമറ വെച്ചെടുത്തിട്ട് എനിക്ക് ആ ക്വാളിറ്റി കിട്ടുന്നില്ലല്ലോ. അവിടെ ചെയ്യുന്നത് ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തിക്കഴിയുമ്പോൾ ആ ലെൻസിലൂടെ എടുക്കുന്ന ഫോട്ടോ അതുപോലെ ക്ലിയർ ആകും. ഏതെങ്കിലും ഒരു ക്യാമറയിലൂടെ നോക്കുമ്പോഴും ലെൻസ് കൃത്യമായി ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നാൽ ക്ലാരിറ്റി വർദ്ധിക്കും. ഇതുപോലെ നമ്മുടെ കാഴ്ചപ്പാടും വ്യക്തമായി കഴിഞ്ഞാൽ അതിൽ നിന്നും ജനറേറ്റ് ചെയ്തു വരുന്ന നന്ദി അർപ്പണം ഭയങ്കരമായിരിക്കും. നമ്പർ 4, താങ്ക്സ് ഗിവിങ് സസ്റ്റെയിൻസ് ജോയ് ആൻഡ് സ്ട്രെങ്ത്. ഈ നന്ദി അർപ്പണം അഥവാ സ്തോത്രാർപ്പണം അത് സന്തോഷവും ശക്തിയും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തും. 28-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വചനത്തിൽ മൈ ഹാർട്ട് ലീപ്സ് ഫോർ ജോയ് ആൻഡ് വിത്ത് മൈ സോങ് ഐ പ്രൈസ് യു. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളുന്നു എന്ന് പറയുന്നതാണ് നല്ലത്. എന്ന് മാത്രമല്ല, ഞാൻ പാട്ടുകളോട് ഞാൻ അങ്ങേ സ്തുതിക്കും, ആരാധിക്കും. യെശയ്യാവിൻ്റെ പുസ്തകം 12:4 ഗിവ് പ്രൈസ് ടു ദ ലോർഡ്. കർത്താവിന് സ്തുതികൾ അർപ്പിക്കുവിൻ. ഇപ്പം നമ്മൾ സ്ഥിരമായി നന്ദി അർപ്പിക്കുന്നൊരു സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ, എല്ലാ ദിവസവും ദൈവത്തിന് നന്ദി പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് തന്നെ ഒരു ഭയങ്കരമായൊരു സന്തോഷവും ഭയങ്കരമായ ശക്തിയും നമുക്ക് കിട്ടും. ഈ സ്മിത്ത് വിഗൽസ്വർത്തിനെ കുറിച്ച് പറയുന്ന അദ്ദേഹം രാവിലെ എഴുന്നേറ്റുടൻ തന്നെ കട്ടിൽ നിന്നും താഴേക്ക് ആദ്യം വെക്കുമ്പോൾ തന്നെ അദ്ദേഹം കൈകൾ ഉയർത്തി നന്ദി പറഞ്ഞ് നൃത്തം ചെയ്യും. അങ്ങനെ തുടങ്ങുന്നത്.
അപ്പോൾ ഈ ഒരു സ്വഭാവം നമ്മളെല്ലാവരിലും ഉണ്ടാകട്ടെ. കൈനീട്ടാമോ? കർത്താവേ, താങ്ക്സ് ഗിവിങ്ങിനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് ധ്യാനിച്ചു. ഇന്നത്തെ ഈ ഡിവോഷണൽ കഴിഞ്ഞ ശേഷം എല്ലാവരിലും ആ ഒരു സ്വഭാവം ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൃത്യതയോടെ കർത്താവെ, നിന്നെ ഓർത്ത് ദൈവം ചെയ്യുന്ന ഉപകാരങ്ങൾ ഓർക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവരും ക്യാമറയിലേക്ക് കൈനീട്ടി പിടിച്ചാലും രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നെക്ക് പെയിൻ സൗഖ്യമാകട്ടെ, ജോയിൻറ്റ് പെയിൻ സൗഖ്യമാകട്ടെ, നട്ടലിൻ്റെ വേദന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രീതിയിലുള്ള ഈ ഡസ്റ്റ് അലർജി മുതൽ ഇങ്ങോട്ടുള്ള പലവിധ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. ഏതാവശ്യവും ദൈവസന്നിധിയിൽ അർപ്പിച്ച് ഈ കൈ നീട്ടി പിടിക്കുമ്പോൾ കർത്താവെ, ഇപ്പോൾ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ഒത്തിരി 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 അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ബൈ.